വെൽക്കം ബാക്ക് ടു എ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുക്കാനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് കുറേ പേര് ഇപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നതും ആ ഒരു വണ്ടിക്ക് എടുക്കാനായിരിക്കും ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മിക്കവർക്കും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് ഏത് വണ്ടി ആയിരിക്കും എന്നൊക്കെ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നമുക്ക് ഇത് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത് പെയ്ഡായിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുക. 60 രൂപയും കാര്യങ്ങളൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഞാൻ വേണ്ട പുള്ളിയുടെ ID ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവരാരെങ്കിലും ആണെങ്കിൽ റേറ്റ് വാങ്ങാം. ഫുള്ള് സെറ്റായിട്ടുള്ള വണ്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോവാം ഗൈസ്. അപ്പം നമ്മൾ ഇനി അവിടെ കാർ സെയിലിൽ എത്തിയിട്ട് നമ്മുടെ കാർ സെയിലിന് അവിടെ വെയിറ്റ് ചെയ്യണം ഇനി ബ്രോയ്ക്ക്, ആ പുള്ളിക്ക് വേണ്ടി. പുള്ളി വരും ഇനി ഗൈസ്. ഓക്കെ, നമുക്ക് അവിടം വരെ എത്തിയിട്ട് കാണാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം ഭയങ്കര ചെറുതായിരിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാർ സെയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ചെറിയ ഹാങ് ഉണ്ട്, കാരണം നമ്മുടെ ഫോണിൽ ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനത് പിന്നെ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളി ഇപ്പോൾ വരുമെന്നാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ, നല്ല രീതിക്ക് ലാഗ് ആവുന്നുണ്ട് ഈ സ്ഥലത്ത്, എന്താണെന്ന് അറിയത്തില്ല ഇന്നിപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മുടെ പുള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ ഫോർച്യൂണറാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ ലോക്കിയാണ് ഗൈസ്. ഓക്കെ, പുള്ളിയുടെ CPM ID പേര് ലോക്കി എന്നാണ്, പിന്നെ ഇൻസ്റ്റ ID പേര് CPM ലോക്കി എന്നാണ് ഇട്ടേക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ID ഞാൻ താഴ്ത്തി എൻ്റെ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവരെല്ലാവരും അതിനകത്തോട്ട് കയറി പുള്ളിക്ക് മെസ്സേജ് ചെയ്യുക ഗൈസ്. ഓക്കെ, കിഡിലായിട്ട് തന്നെയാണ് പുള്ളി സെയിലാക്കുന്നത്. HD ലോഗോ എല്ലാം കാര്യങ്ങളും സെറ്റാക്കിയിട്ട് സെയിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബമ്പറും കാര്യങ്ങളെല്ലാം പ്രീമിയമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ വേണ്ടവരെല്ലാവരും കയറുക, പുള്ളിയോട് പറയുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ ഇത് ബൈ ചെയ്യുന്നതായിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ബൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഇനി ഒന്ന് മോഡിഫൈ ചെയ്ത് ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ നമ്മൾ വരും ഗൈസ്. അപ്പോൾ നമുക്ക് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിനി എന്തായാലും കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി ഗൈസ്. ഓക്കെ, അപ്പോൾ വെള്ള പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മൈൽ ബ്രോ ആണ്. അപ്പോൾ സ്മൈൽ ബ്രോ അതിന് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് കുറേ വണ്ടിയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് നമ്മുടെ സ്മൈൽ ബ്രോ ആണ് ഗൈസ്. ഓക്കെ, അതപ്പം അതാണ് നമ്മുടെ സ്മൈൽ ബ്രോനെ ഇപ്പോൾ നമ്മൾ വിളിച്ചത്. സ്മൈൽ ബ്രോയുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോർച്യൂണർ ഉണ്ട് ഗൈസ്. ഓക്കെ, സ്മൈൽ ബ്രോ അത് എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ വെച്ച് നമ്മുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫായി പോയി ഗൈസ്. അതാണ് നമ്മളപ്പം ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൈൽ ബ്രോ ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിയപ്പം ഫ്രണ്ടിലോട്ട് പോകാനും നമ്മൾ നിൽക്കുന്നത്. പുള്ളിയുടെ നമ്മുടെ വണ്ടി കൊള്ളാമല്ലേ ഗൈസ്. ബ്ലാക്കിലും വൈറ്റിലും കിട്ടിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫോർച്യൂണറും കാര്യങ്ങളും. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് റൂഫും കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. പിന്നെ ഒരു ബമ്പർ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ആ ബമ്പർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബമ്പർ പിന്നെ വെക്കാം ഗൈസ്. നമ്മൾ വല്ല ഓഫ് റോഡിൽ കയറാൻ നേരത്ത് നമുക്ക് വെക്കാം, കാരണം തട്ടി വെറുതെ സീനാക്കണ്ടില്ല എന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൈൽ ബ്രോ നമ്മുടെ പുറകെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പം നല്ല ഹാങ് അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്ത് എന്തോ ഭയങ്കര ഹാങ് ഉണ്ട്. വണ്ടി കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, നല്ല രീതിക്ക് ഹാങ് വരുന്നുണ്ട് ഇവിടെയും. ഓക്കെ, ഇത് നല്ല രീതിക്ക് ഹാങ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കറിയത്തില്ല എന്താ, നമ്മളിപ്പോൾ 2 പേര് ആകെ ഈ റൂമിലുള്ളു ഗൈസ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത്രയും ഹാങ് അടിക്കേണ്ട കാര്യം എനിക്കറിയത്തില്ല. അപ്ഡേറ്റിന് മുമ്പ് ഇത്ര ഹാങ് ഇല്ലായിരുന്നു 2 പേരുള്ളപ്പം. ബട്ട് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, നോക്കാം ഗൈസ്. ഓക്കെ, അപ്പം വണ്ടി കൊള്ളാം ഗൈസ്, നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കയ്യിരിക്കുന്ന വണ്ടിയുടെ HP ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സംതിങ് ആണ് ഗൈസ്. ഓക്കെ, 1695 ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ നോക്കിയില്ല, എനിക്കൊന്നും അതാണ്. നല്ല പവറുണ്ട് വണ്ടിക്ക്. നമ്മൾ എൻജിൻ സ്റ്റോക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം സ്റ്റോക്കിൽ എൻജിൻ്റെ ശബ്ദം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ സ്മൈൽ ബ്രോ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്മൈൽ ബ്രോ അവിടെ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്മൈൽ ബ്രോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, റീസ്പോൺ അടിച്ചിട്ട് ഇത് തിരിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്മൈൽ ബ്രോ വരും. ഓക്കെ, അപ്പോൾ പുള്ളി സിഗ്നൽ തന്നിട്ടുണ്ട് പൊക്കോളാൻ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം ഇത്രയും വണ്ടി എടുത്ത സ്ഥിതിക്ക് ഇപ്പം നമ്മുടെ 2 പേരും കയ്യിരിക്കണ ഫോർച്യൂണർ ആയതുകൊണ്ടും നമുക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കിടിലമായിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സ്മൈൽ ബ്രോ അവിടെ ഇട്ട് കറക്കുന്നുണ്ട് ഫോർച്യൂണർ. നമ്മുടെ വണ്ടി കറക്കാൻ നമ്മുടെ സസ്പെൻഷൻ കൂടുതലാണ് ഗൈസ്. ഒക്കെ അപ്പം ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ കാർ റിപ്പയർ ഉണ്ട്, അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊന്ന് റിപ്പയർ ആക്കിയിട്ട് വരാൻ ഗൈസ്. അല്ലേ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻറ്റീരിയർ വ്യൂവിലിട്ടാണ് ഗൈസ് ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ സ്മൈൽ ബ്രോയുടെ വണ്ടി നല്ല രീതിക്ക് തന്നെ ഇട്ട് കറക്കാൻ പറ്റുന്നത്. നമ്മുടെ വണ്ടിക്ക് നല്ല രീതിക്ക് സസ്പെൻഷൻ കൂട്ടിയിട്ടുണ്ട് തന്നെ അത്ര ഇതാകത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിന് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിപ്പം സ്മൈൽ ബ്രോ വന്നേയും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി എടുത്തെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മോനെ എന്താ പോയപ്പം
കേസൊക്കെ. അപ്പോൾ പുള്ളി അവിടെ കറക്കി അടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളി നേരെ ഇനി പുള്ളിയുടെ വീട്ടിലോട്ട് പോകാൻ കാര്യങ്ങളൊക്കെ നിൽക്കുമായിരിക്കും. കാരണം നമ്മുടെ ഇത് കഴിഞ്ഞ് കേസൊക്കെ. അപ്പം പുള്ളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പുള്ളിയുടെ വീട് അങ്ങോട്ട് എവിടെയാണ് കേസൊക്കെ. ഫ്രണ്ടിൽ അങ്ങനെ ആ വഴി എങ്ങാണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൺ അടിച്ച് നോക്കുന്നുണ്ട് പുള്ളി കയറി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. പുള്ളി എവിടെ, പുള്ളിനെ കാണുന്നൊന്നും ഇല്ലല്ലോ. ഒന്ന് പുറകോട്ടെടുത്ത് നോക്കാം കേസൊക്കെ. അപ്പം ഓക്കെ ഇതേ പുള്ളിയോട് നമ്മുടെ പുറകിൽ തന്നെ ഇപ്പോൾ ഉണ്ട് കേസ്. അപ്പോൾ പുള്ളി പോവാന്നാണ് തോന്നുന്നത്. ഓക്കെ കേസ്. അപ്പോൾ പുള്ളി പോവാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലോട്ട് പോകാമെന്നാണ് തോന്നുന്നത് കേസ്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ വഴി വെച്ച് നമുക്കൊന്ന് നിർത്തണം കേസ്. ഓക്കെ. നമ്മുടെ വണ്ടിയുടെ ഫുള്ളൊന്നും നമ്മൾ ഇതൊന്നും കാണിച്ചില്ലല്ലോ കേസ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയലിട്ട് ഓടിക്കാൻ രസമുണ്ട് കേസ്. ഓക്കെ. പിന്നെ വണ്ടിയുടെ കിടിലായിട്ട് തന്നെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പുറത്തത്തെ ലുക്കും ഭയങ്കരമായിട്ട് കിട്ടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ. രസമുണ്ട്. പിന്നെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ആ ലോക്കി ബ്രോയുടെയും എൻ്റെയും ID ഞാൻ താഴത്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർ കയറി മെസ്സേജ് അയക്കുക കേസ്. ഓക്കെ. അപ്പോൾ നമ്മൾ 65 ഒരു 70 രൂപയൊക്കെയാണ് റേറ്റ് വരുത്തുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ മാക്സിമം ഒരു 60 ഒപ്പിച്ച് കൊടുക്കും കേസ്. ഓക്കെ. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് പുള്ളിയുടെ ഇതെടുത്തിട്ട് നേരെ പോവുക കേസ്. ഓക്കെ. അപ്പം നേരെ നമുക്കിനി അടുത്ത് ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വണ്ടിയുടെ പുറത്തുള്ള സംഭവം എല്ലാം കാണിച്ചു തരാം കേസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ പുറത്തത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോവും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ചെയ്തതാണ് കേസ്. ഓക്കെ. അപ്പോൾ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പക്കാ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെയാണ് കേസ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു ബ്ലാക്ക് വണ്ടി ആയിരിക്കും കേസ്. ഓക്കെ. ടെസ്റ്റ് വണ്ടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മാറ്റാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ ആക്കിയെന്നേ ഉള്ളൂ കേസ്. ഓക്കെ. അപ്പം ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ പുറകിൽ ഇത് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ലെജൻഡറി ഫാദർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേസ്. ഓക്കെ. നമ്മുടെ പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പുറകിലും ലോഗോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് നമ്മുടെ വണ്ടിക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കേസ്. ഓക്കെ. പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കയറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി കിട്ടുന്നതാണ്, അറിയാമല്ലോ കേസ്. ഓക്കെ. പിന്നെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കിടിലമാണ് കേസ്. ഓക്കെ. ഇതിന് കുറച്ചും കൂടി കിറ്റും കാര്യങ്ങളൊക്കെ വരണ്ടായിരുന്നു കേസ്. നമുക്ക് ഇങ്ങനെ അതായത് ബമ്പർ കിറ്റ് മാറ്റാൻ ടൈപ്പ്, അതായത് പുതിയൊരു ഫോർച്യൂണറിനൊക്കെ വരുന്നില്ല കേസ്. ഓക്കെ. അതുപോലത്തെ അല്ലെങ്കിൽ പഴയ മോഡൽ അങ്ങനത്തെ കിറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു കേസ്. ഓക്കെ. അപ്പോൾ പതുക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് തന്നെ നമ്മുടെ CPU ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു GTA സ്റ്റൈലിലോട്ട് മാറ്റുന്നുണ്ട് അവർ പതുക്കെ. അപ്പോൾ കേസ് അപ്പം നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ പ്ലേസിന് ഇപ്പോൾ ഇതിനി എന്താവുമെന്ന് അറിയത്തില്ല കേസ്. അപ്പോൾ ഇനി കുറേ മാറ്റങ്ങൾ വരണം. നല്ല ഗെയിം ആവണം കേസ്. ഓക്കെ. പിന്നെ എത്ര നല്ലതാവുന്നു അത്രയും GB കൂടും, അത്രയും നമുക്ക് ലോ ഡിവൈസ് പ്ലേസിനൊക്കെ കളിക്കാൻ ബുദ്ധിമുട്ടായി വരും കേസ്. ഓക്കെ. അപ്പോൾ അതൊന്നും സീനില്ല, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് വന്നേക്കുന്നത്. നമ്മുടെ ഫോർച്യൂണർ എന്തായാലും അവർ പക്ക റിയലിസ്റ്റിക് സംഭവം പോലെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേസ്. ഓക്കെ. ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഫോർച്യൂണർ കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടിക്ക് മിക്കതും അവർ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും ലോഗോ ആണെങ്കിലും താഴത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും തന്നെ കേസ്. ഓക്കെ. നമുക്കിനി ഒന്ന് പുറകിലത്തെ ഇതൊന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ ബോണറ്റ് ഒന്ന് ആദ്യം പൊക്കിയിട്ട് കാണിച്ചു തരാം കേസ്. ഓക്കെ. എൻജിൻ പാടൊക്കെ ഓക്കെ. എൻജിനിൽ ഇതൊക്കെ നല്ല കിടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ. ഇപ്പോൾ കുറേ പേർക്ക് വേൾഡ് സീലും കാര്യങ്ങളൊക്കെ തുറന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബട്ട് എൻ്റെ കയ്യിൽ അതാവുന്നില്ല കേസ്. ഓക്കെ. എൻ്റെ കയ്യിൽ കോയിൻ കാര്യങ്ങൾ കുറവുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പൺ ആവുന്നില്ല വേൾഡ് സീലൊക്കെ. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് കേസ്. ഓക്കെ. നമ്മളപ്പം ഒരു ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊരു ഫോട്ടോ അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കേസ്. ഓക്കെ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പുറകിലത്തെ ഇൻറ്റീരിയൽ വ്യൂ ഒന്ന് പുറകിൽ ബാക്ക് സീറ്റിൻ്റെ ഇൻറ്റീരിയൽ വ്യൂ ഒന്ന് കാണിക്കാം കേസ്. ഓക്കെ. വണ്ടിയുടെ ഒന്ന് കയറട്ടെ. ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇൻറ്റീരിയൽ വ്യൂ ഇടാം. ഓക്കെ കേസ്. അപ്പോൾ ഇൻറ്റീരിയൽ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ കിടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വൈറ്റ് കളറിൽ. പിന്നെ നല്ല രീതിക്ക് സീറ്റൊക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അവർ വണ്ടിക്കകത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ്. ഓക്കെ. അപ്പോൾ ഒരു കിടിലായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്കിനി നമ്മുടെ ഫ്രണ്ട് സീറ്റിലൊന്ന് കയറി നോക്കാം. ഫ്രണ്ട് സീറ്റിന് ഞാൻ ഫുള്ള് കാണിച്ചില്ലല്ലോ കേസ്. ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സീറ്റിലോട്ട് കയറുവാണ് കേസ്. ഓക്കെ. കേസ് നമ്മളപ്പോൾ ഫ്രണ്ട് സീറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റിൽ കാണാൻ പറ്റും നമ്മുടെ മാപ്പും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു
കാര്യമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കുമ്പോഴും മാപ്പ് നോക്കി പോകാമല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു എങ്ങനെ വണ്ടി മാപ്പ് ഓഡിയോ ഇട്ടുകൊണ്ട് അങ്ങനെ പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ മാപ്പും കാര്യങ്ങളും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലും കാര്യങ്ങളും മീറ്ററിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ മറ്റേ കൺട്രോളൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ മാപ്പും കാര്യങ്ങളും, പിന്നെ റേഡിയോ, പിന്നെ നമ്മുടെ പാർക്കിംഗ് ലൈറ്റ്, പിന്നെ നിങ്ങൾക്ക് മീറ്ററിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പവർ കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ന്യൂട്രലിട്ടിട്ട് നമ്മൾ റേസ് കൊടുക്കുമ്പോൾ മീറ്ററിൽ കാണാൻ പറ്റും കിടന്നിങ്ങനെ നല്ല രീതിക്ക് തന്നെ ഇത് റേസ് ആവുന്നത്. സ്റ്റോക്കിലാണെങ്കിൽ പതുക്കെ പതുക്കെ ആകത്തുള്ളൂ ഗൈസ്. ഓക്കെ, ന്യൂട്രലാണെങ്കിലും സ്പീഡിലാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ അകത്ത് സ്റ്റിയറിങ്ങിലും കാര്യങ്ങളൊക്കെ ഒന്ന് ലോഗോ സെറ്റാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇതിനകത്ത് അങ്ങനെ ഓപ്ഷൻ ഇല്ല ഗൈസ്. ഓക്കെ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ സൈഡിൽ. പിന്നെ അകത്തുനിന്ന് തന്നെ നമുക്ക് സെറ്റാക്കാൻ ടൈപ്പ് മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മിറർ ഇപ്പോൾ വെച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഡ്രോൺ ഷോട്ട് എടുത്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. നമ്മുടെ മുകളിൽ നിന്നൊരു ലുക്ക് കിട്ടില്ലായിട്ട് തോന്നുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫോർച്യൂണറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർച്യൂണർ മുകളിൽ നിന്ന് കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ കിടിലമാണ്. നമ്മുടെ വണ്ടി അവന് മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇനി അടുത്തൊരു ഇതിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ആ വണ്ടി സ്റ്റോക്ക് എഞ്ചിൻ ആക്കിയിട്ട് നിങ്ങൾ പറ ഗൈസ്, കമൻറ്റ് ഇടുക ഗൈസ്. നിങ്ങളൊക്കെ സ്റ്റോക്ക് എഞ്ചിനിലോ ഈ എഞ്ചിനിലോ ആണ് മല കയറ്റാൻ നമുക്ക് നിങ്ങൾ നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.